അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് കേറി വരുന്ന ആശൂറ തസ്വാ പരിശുദ്ധമാക്കപ്പെട്ട രാപ്പകലയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ നമ്മെ വേണ്ടപ്പെട്ടവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മുടെ അൻവാർ ഹഫീസിൻ്റെ കുടുംബത്തെയും എല്ലാം അള്ളാഹു ചേർത്തി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഏറ്റവും വേറിട്ട ആശൂറ തസ്വാ, മുഹറം 9, 10. തസ്വാ മുഹറം 9, ആശൂറ മുഹറം 10. ഈ പരിശുദ്ധമായ 2 ദിവസങ്ങൾ, 2 രാപ്പകലുകൾ നമ്മിലേക്ക് കയറി വരികയാണ്. ഇന്ന് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 8 ശനിയാഴ്ച പകൽ. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്നത് പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ 9ാം രാവ്, അതായത് താസ്വായിൻ്റെ പരിശുദ്ധ രാവാണ്. ഈ പരിശുദ്ധമായ രാവിൽ താസ്വാ മുഹറം 9ൻ്റെ ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം? മുഹറം 10, അതായത് അൽഹംദുലില്ലാഹ് തിങ്കളാഴ്ചയുടെ നമ്മുടെ പകൽ, ഞായറാഴ്ച നാളെ അസ്തമിച്ചതിന് ശേഷമുള്ള രാവ് മുഹറം 10ൻ്റെ രാവാണ്. കേരളക്കാരായ നമുക്ക് മുഹറം 10ൻ്റെ പകൽ തിങ്കളാഴ്ച പകലാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലേണ്ടതും ചെയ്യേണ്ടതും, പ്രത്യേകിച്ച് നോമ്പിൻ്റെ നെയ്യത്ത് വെക്കുമ്പോൾ ഒരുപാട് കൂലി കിട്ടാൻ നമുക്ക് പ്രത്യേകം ആലോചിച്ച് നമ്മൾ ആ നെയ്യത്തിൽ ആഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പരിശുദ്ധമായ ദിവസങ്ങളുടെ മഹത്വം എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായൊരു പരിചയപ്പെടൽ മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്ക് നാളെയും മറ്റന്നാളുമായി കുറച്ച് വിശദീകരിച്ച് ഡീപ്പായിട്ട് പറയാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മഗ്രിബ് കയറി വരുന്ന പരിശുദ്ധമായ മുഹറം 9ൻ്റെ രാവ്, തസ്വായിൻ്റെ രാവ്, ഈ രാവിൽ പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാനുള്ള സംഗതി എന്താണെന്നറിയോ? ഒരുപാട് ചൊല്ലാനും ഒരുപാട് അമലുകൾ ചെയ്യാനും ഇല്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ രാവിലെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ അമൽ എന്താണെന്ന് ചോദിച്ചാൽ നോമ്പിന് നിയ്യത്ത് വെച്ച് ഒരുങ്ങൽ തന്നെയാണ്. നോമ്പിന് നിയ്യത്ത് വെച്ച് ഒരുങ്ങലാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി ദുആ ചെയ്യലാണ്. ഈ 2 സംഗതിയാണ് നമ്മൾ മുഹറം 9ൻ്റെ രാവിൽ ഓർത്ത് ചെയ്യേണ്ടത്. മുഹറം 10ലേക്ക് കടക്കുമ്പോഴോ ലോക ചരിത്രത്താളുകളിൽ നിസ്തുല്യമായ അങ്ങനെയൊരു മാസം, മുഹറം എന്ന് പറയുന്നൊരു മാസം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ദിവസം ആശൂറ മുഹറം 10 നമുക്ക് കാണാൻ കഴിയില്ല. അത്രയേറെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധമായ മുഹറം 10ൻ്റെ രാവ്, അല്ലെങ്കിൽ മുഹറം 10ൻ്റെ പകൽ എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മുഹറം 10ൻ്റെ ആശുറയിൻ്റെ ദിവസത്തിലാണ് ഈ പ്രപഞ്ചലോകത്തെ, ആകാശഭൂമി സൂര്യ ചന്ദ്രഗോളങ്ങളെ അടക്കം അള്ളാഹു സൃഷ്ടിക്കുന്നത്. അതിൻ്റെ തുടക്കം മുഹറം 10നാണ്. അതേപോലെ തന്നെ പടച്ച തമ്പുരാൻ ആദ്യമായി മനുഷ്യനെ, ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചത് മുഹറം 10ൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ മലക്കുകളെ പടച്ചത്, മനോഹരമായ സ്വർഗം അള്ളാഹു പടയ്ക്കുന്നത് മുഹറം 10ൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല ഈ പ്രപഞ്ചലോകത്തിൻ്റെ തുടക്കം മാത്രമല്ല, ഒടുക്കം ഖിയാമത്ത് നാൾ എന്ന അറിഞ്ഞുവിടാൻ നമ്മൾ പറയാം. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് മുഹറം 10ലാണ്. അത് ഏത് വർഷമാണ് അത് നമുക്ക് അറിഞ്ഞുകൂടാ. മാസം നമുക്കറിയാം, ദിവസം, ഡേറ്റ് നമുക്കറിയാം, മുഹറം 10ആണ്. അങ്ങനെ പരിശോധിച്ചാൽ, ഞാൻ ഡീപ്പായിട്ട് കിടക്കുന്നില്ല, ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് മുഹറം 10 എന്ന് പറയുന്നത്, ആശൂറ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുഹറം 9ാമത്തെ രാവിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നാമത് പ്രധാനപ്പെട്ട വിഷയം ദുആ ചെയ്യലാണ്. ഇന്നത്തെ രാവും നാളത്തെ രാവും മുഹറം 9, 10ൻ്റെ രാവുകൾ സജീവമായി ദുആ നടക്കണം. ആ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ മുഹറം 10ൻ്റെ ആശൂറയിൻ്റെ ദിവസത്തിന് നീ കൊടുത്ത ബഹുമാനം, നീ കൊടുത്ത മഹത്വം, നീ കൊടുത്ത സ്ഥാനം, ആ ബറക്കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ ആ ദിവസത്തെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാം. നമ്മൾ സാധാരണ അല്ലാഹുവേ മഹാന്മാരായ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ അവരുടെ എല്ലാം മഹത്വങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ബദരീങ്ങളുടെ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ദ്വാരക്കാം. മുഅ്മിനീങ്ങളായ ആളുകൾ അത് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും എഫക്റ്റീവാണെന്ന് ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതാണ്.
ഇതൊക്കെ അടിസ്ഥാനപരമായ ദീനിൻ്റെ മേഖലകൾ തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവെ ഈ ദിവസങ്ങളുടെ മഹത്വം കൊണ്ട് എൻ്റെ ഇന്ന കാര്യം സാധിച്ചു തരണം എന്ന് നമ്മൾ ദുആ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പല മേഖലകളിലും ഉള്ളവരാണ് നമ്മൾ. പ്രത്യേകിച്ച് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും ചോദിക്കാനുണ്ടാവും. മക്കളെ ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാകാൻ, വീടില്ല അല്ലെങ്കിൽ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ, ജോലി നല്ലൊരു റാഹത്തായിട്ട് ജോലി ഉണ്ടാകാൻ, കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ, ഇതൊക്കെ നമ്മൾ അങ്ങനെ A to Z ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഈ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു രാവാണ് മുഹറം 9-ാം രാവും 10-ാം രാവും, പ്രത്യേകിച്ച് 10-ാം രാവും. പക്ഷേ അതിൽ നമ്മൾ പ്രത്യേകിച്ച് എഫക്റ്റ് കൂടാൻ വേണ്ടി പരിശുദ്ധമായ മുഹറമിൻ്റെ 10-ാമത്തെ ദിവസം, ആശുറയുടെ ദിവസം, മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് റിലീസാകാൻ കാരണമായ ഇത് വേണ്ടല്ലോ, ആ ഒരു പ്രഗത്ഭമായ ഖുർആൻ പറഞ്ഞ ദിക്ർ, ആ ദിക്ർ എല്ലാ പ്രശ്നത്തെയും പരിഹരിക്കും. പ്രശ്നം പരിഹരിക്കാനുള്ള ദിക്റാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അത് ഏത് പ്രശ്നവും പരിഹരിക്കും എന്ന് ഹദീസിൽ കാണാം. അത്രയേറെ പവറാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇന്നത്തെ രാവിലും നാളത്തെ രാവിലെയൊക്കെ സജീവമായി ഒരു 40 വട്ടത്തിൽ കുറയാതെ നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ എഫക്റ്റ് കൂടും. ഒരുപാട് എണ്ണം കൂട്ടാം, അപ്പോൾ അതനുസരിച്ച് പവർ കൂടും. മിനിമം 40 വട്ടം ഇത് ചൊല്ലിയിട്ട് എന്ത് പ്രശ്നമായിക്കോട്ടെ, നേരത്തെ പറഞ്ഞല്ലോ, ഏത് മേഖലയിലുള്ള പ്രശ്നമായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് കൽബ് തുറന്നാൽ ഉറപ്പായും ജാബത്താണ്. ആ ദുആ ചെയ്യുമ്പോൾ ഒരു വരി കൂടെ കൂട്ടണം. അള്ളാഹുവെ, മുഹറം 10-ാമത്തെ ആശുറയുടെ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, മഹത്വം കൊണ്ട് എൻ്റെ കാര്യം സാധിച്ചു തരണേ അല്ലാഹ്. ആ ദുആ കുടിക്കുകൊള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സന്തോഷകരമായി ഒരുപാട് പേർക്ക് എഫക്റ്റീവാണ്. ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ എൻ്റെ കാര്യങ്ങൾ നീ നടത്തി തരണം, പ്രയാസം മാറ്റണം, രോഗം മാറ്റണം എന്ന് ദുആ ചെയ്താൽ എഫക്റ്റീവാണ്. അത് പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ കാര്യം നമുക്ക് മനസ്സിലായി, ഈ ദിക്ർ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ ഈ ദിവസത്തെ തവസ്സുലാക്കിക്കൊണ്ട് ബറക്കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ദുആ എടുക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിലെ നമ്മൾ പരിഗണിക്കേണ്ടത് നോമ്പിൻ്റെ നിയ്യത്താണ്. അതായത് പരിശുദ്ധമായ മുഹറം 9-ന് പ്രത്യേകം നോമ്പ് സുന്നത്താണ്. മുഹറം 10-നോ ഏറ്റവും പ്രഗത്ഭമായ ശക്തമായ സുന്നത്താണ് മുഹറം 10-ന്റെ നോമ്പ്, ആശുറ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഹറം 1 മുതൽ 30 വരെ ഒരു മാസം മുഴുവനും നോമ്പ് സുന്നത്താണ്. മുഹറം 1 മുതൽ നോർമൽ സുന്നത്ത്, മുഹറം 1 മുതൽ 10 വരെ നോമ്പ് മുഅക്കദായ ശക്തമായ സുന്നത്താണ്. അതിൽ മുഹറം 9-ഉം 10-ഉം ഏറ്റവും എഫക്റ്റുള്ള, കൂലിയുള്ള സുന്നത്തായ നോമ്പാണ്. അപ്പോൾ ഉലമാക്കൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും ഈ പിറ കണ്ടതിൻ്റെ ദിവസം എന്നാണ് മുഹറം 10. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദ് മുഹറം 10 എന്നാ, അത് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ, രണ്ടും കേൾക്കുന്നുണ്ടല്ലോ, ഖിലാഫുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് വിനീതന് മനസ്സിലായത്, നമ്മൾ മനസ്സിലാക്കിയത് മുഹറം 1 നമ്മൾ തുടങ്ങിയത് ശനിയാഴ്ചയാണ്. അത് ഏകദേശം നമ്മുടെ കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എവിടെയും പിറ കാണാത്തതിൻ്റെ പേരിൽ അങ്ങനെയാണ് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഉലമാക്കൾ ഫൈനൽ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പോകുമ്പോൾ മുഹറം 10 നമുക്ക് തിങ്കളാഴ്ച പകലാണ്, മുഹറം 9 ഞായറാഴ്ച. ഇനി അതിനിടയിൽ നമ്മുടെ ഉലമാക്കളുടെ ഇടയിൽ ഖിലാഫുകൾ വന്നിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മുഹറം 9 എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, ഇന്നത്തെ പകലാണ്. മുഹറം 10 നാളത്തെ പകലാണ്. മുഹറം 11 തിങ്കളാഴ്ച. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെയെല്ലാം നമുക്ക് കൂലി ഒട്ടും പോകാതിരിക്കാൻ, കൂലി ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചതുപോലെ പരിശുദ്ധമായ മുഹറം 10 ഏറ്റവും എഫക്റ്റാണല്ലോ, ഏറ്റവും പരിഗണനീയമായ ദിവസമാണല്ലോ, നോമ്പാണല്ലോ. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ പിറയുടെ ദർശനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മാസം തീരുമാനിക്കുന്ന വിഷയത്തിൽ ഇനി എന്തെല്ലാം ഫോൾട്ടുകൾ സംഭവിച്ചാലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുഹറം 10-ന്റെ തലേ ദിവസം നോമ്പ് പിടിക്കും, മുഹറം 11 പിറ്റേ ദിവസവും നോമ്പ് പ്രത്യേകം അനുഷ്ഠിക്കും. അത് പ്രത്യേകം സുന്നത്താണെന്ന് ഉലമാക്ക് പറഞ്ഞിട്ടുണ്ട്. മുഹറം 9-ന് നോമ്പ് സുന്നത്താണ്, മുഹറം 10-ന് നോമ്പ് സുന്നത്താണ്, മുഹറം 11-ന് നോമ്പ് സുന്നത്താണ്. ഈ 3 ദിവസം നോമ്പ് സുന്നത്താണ്. ഇത് ഉലമാക്കൾ പറയാനുള്ള കാരണം തന്നെ ആ ദിവസം അങ്ങോട്ടും മാറിയാലും നഷ്ടപ്പെടാതിരിക്കാനാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ഞായറാഴ്ച നമ്മൾ നോമ്പുകാരാകണം, തിങ്കളാഴ്ച നോമ്പുകാരാകണം, ചൊവ്വാഴ്ചയും കഴിവിൻ്റെ പരമാവധി നോമ്പുകാരാണെങ്കിൽ, അങ്ങനെ കഴിയുമെങ്കിൽ ഒരു പേടിയും വേണ്ട.
പക്ഷെ നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ മുഹറം 9 നിയ്യത്ത് ഞായറാഴ്ച വെക്കുന്നു, മുഹറം 10 നിയ്യത്ത് തിങ്കളാഴ്ചയുടെ നോമ്പായിട്ട് വെക്കുന്നു. അതാണ് നമുക്കിപ്പോൾ കൂടുതൽ മനസ്സിലായത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് രാത്രി നമ്മൾ നാളത്തെ പകൽ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 3 നിയ്യത്ത് കൊടുത്താൽ പ്രതിഫലം കൂടും. 1, മുഹറം 1 മുതൽ ഒരു മാസം മുഴുവനും നോമ്പ് നോർമൽ സുന്നത്താണ്. ആ ഒരു നോമ്പിന് എന്താ കൂലി? സാധാരണ നോമ്പിൻ്റെ കൂലി ഒരു മാസക്കാലം നോമ്പ് പിടിച്ച കൂലിയാണ്. പിന്നെ മുഹറം 9 പ്രത്യേക നോമ്പ് സുന്നത്താണ്. അപ്പോൾ ആ നിയ്യത്ത് രണ്ടും വ്യത്യസ്തമായിട്ട് മുഹറം എല്ലാ ദിവസവും അനുഷ്ഠിക്കേണ്ട സുന്നത്തായ നോമ്പ് പിടിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അല്ലാ, അതോടൊപ്പം മുഹറം 9 നോമ്പും കൂടെ അതിൻ്റെ കൂടെ കരുതിയിരിക്കുന്നു പടച്ചോനെന്ന്. അപ്പോൾ 2 കൂലിയായി. പിന്നെയോ പരിശുദ്ധമായ മുഹറം 9 നോമ്പ് പിടിച്ചാൽ ഒരു കൊല്ലത്തെ പാപം പൊറുക്കും എന്നുള്ള എക്സ്ട്രാ ഒരു കൂലി. അപ്പോൾ ഒരു മാസത്തെ കൂലിയും ഒരു കൊല്ലത്തെ പാപം പൊറുക്കുന്ന കൂലിയും 9 കയറി വരുമ്പോൾ. ഇനിയോ, ഇനി നമ്മൾ നിയ്യത്ത് കൊടുക്കേണ്ടത്, അള്ളാഹുവേ റമദാനിൻ്റെ നോമ്പ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ആർക്കും, പ്രത്യേകിച്ച് ഉമ്മമാരെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നഷ്ടമായാലും ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവേ എൻ്റെ റമദാനിന് നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് നാളെ ഞാൻ അനുഷ്ഠിക്കാൻ കരുതി ഇന്നത്തെ രാത്രി നിയ്യത്ത് വെക്കുക. ഈ 2 നിയ്യത്തോടെ ചേർത്തി കൊടുക്കുക. മുഹറം 1 എല്ലാ ദിവസമുള്ള സുന്നത്ത് നോമ്പിൻ്റെ കൂലിയും അതേപോലെ മുഹറം 9. അപ്പോൾ 3 നോമ്പിൻ്റെ കൂലിയാണ് ഒറ്റ നോമ്പിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ പോകുന്നത്. ഇനി ഇന്നത്തെ രാവ് മുതൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3ാമത്തെ പോയിന്റ് കാര്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നാളത്തെ പകലിൽ നമ്മൾ മുഹറം 9 നോമ്പുകാരാണല്ലോ. മുഹറം 9 നോമ്പ് തുറന്നാൽ, അതായത് നാളത്തെ മഗ്‌രിബ് വാങ്കോടെ നോമ്പ് തുറന്നാൽ മുഹറം 10 രാവാ കയറി വന്നത്. 9 നോമ്പാ തുറന്നത്, പക്ഷെ കയറി വന്ന രാവ് ഏതാണ്? 10 രാവാണ്. അപ്പോൾ മുഹറം 10 രാവും പകലും ആശുറാഇൻ്റെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. വമ്പൻ പോരിശയാണ്, വമ്പൻ കൂലിയാണ് കിട്ടാൻ പോകുന്നത്. അത്തൗസിഅതു അലാ അയാലി, അത് പൂർവ്വകാലം മുതൽക്കേ ആ ഹദീസുകൾ കേട്ട ഉമ്മത്ത് മുതൽ, സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് സലഫു സ്വാലിഹീങ്ങളൊക്കെ, സജ്ജനങ്ങളൊക്കെ, ഇമാമുമാരൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ കൃത്യമായി സൂക്ഷിച്ചിരുന്നൊരു അമല. അതിന് എമ്പാടും പോരിശയാണ്. അതായത് കുടുംബത്തിന് വിശാലത ചെയ്ത് കൊടുക്കുക, കുടുംബത്തിന് സുഭിക്ഷമായ ഭക്ഷണം, കണക്ക് നോക്കാതെ ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു രാവ്, അത് നാളത്തെ നോമ്പ് തുറയോടെ കയറി വരുന്ന മുഹറം 10 രാവാ, മുഹറം 10 പകൽ. അത് മക്കളോടൊക്കെ ചോദിച്ച് ഇഷ്ടമുള്ളത്, ഒരാൾക്ക് ഒന്നാണ് ഇഷ്ടം, മറ്റൊരാൾക്ക് വേറെയാണ്, 2 പേർ കൂടെ ഒന്ന് മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കല്ല, അതിലാവശ്യക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ ഒരു കൊല്ലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടത് മുഴുവൻ അല്ലാഹു തരുമെന്ന്. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് നമുക്ക് സാമ്പത്തിക വരുമാനം, കുടുംബത്തെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം എങ്ങനെയാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ദിവസം നമ്മൾ പിശുക്ക് കാണിക്കാതെ അത്യാവശ്യം ലാവിശാക്കി കൊണ്ടുപോയാൽ നാളത്തെ നോമ്പ് തുറയോടെ, നാളത്തെ നോമ്പ് തുറ അതേപോലെ തന്നെ തിങ്കളാഴ്ച പകൽ, പ്രിയപ്പെട്ടവരെ തീർച്ചയായും മുഹറം 10 ആ ഒരു സന്ദർഭം റാഹത്താക്കിയാൽ, അപ്പോൾ നാളത്തെ നോമ്പ് തുറ, മറ്റന്നാൾ നോമ്പ് തുറ, നോമ്പില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക്, അതേപോലെ നോമ്പ് പിടിക്കാൻ പറ്റാത്ത പ്രായമുള്ളവർക്ക്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കുടുംബക്കാർക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമായാലും ഭക്ഷണമായാലും എന്താണെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ തീർച്ചയായും ഒരു കൊല്ലത്തേക്ക് അള്ളാഹു നമുക്ക് വാരിക്കോരി തരും. നല്ലൊരു അവസരം, ഒരു ബിഗ് ഓഫറാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം അത് മുഖേന തരാൻ തീരുമാനിക്കുന്നുണ്ട്. അത് പ്രത്യേകം പരിഗണിക്കുക. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നല്ല രുചികരമായ സുഭിക്ഷമായ ആഹാരം പരമാവധി കുടുംബത്തിലുണ്ടാക്കണം. ഇത് അന്നത്തെ ദിവസം അടുക്കള കാലിയാണ്, ഒന്നും ഉണ്ടാക്കുന്നില്ല. ബറക്കത്ത് അല്ലാഹു തരാൻ വേണ്ടി തീരുമാനിച്ച ദിവസമാണ് ആ ഒരു 1 ഡേ, മുഹറം 10 രാവ് പകല്. ആ ദിവസം വീട്ടിലൊന്നും ഉണ്ടാക്കില്ല, എല്ലാം ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരു സമ്പ്രദായം. അത് യഥാർത്ഥത്തിൽ ഒരു ബറക്കത്തിൻ്റെ, തമാമിയത്തിൻ്റെ കുറവാണ്, പൂർണ്ണതയ്ക്ക് കുറവാണ്. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, അന്നത്തെ ദിവസം ബറക്കത്തിൻ്റെ ദിവസമാണ്. ആഹാരം ഉണ്ടാക്കുക, പുറത്തുനിന്ന് വാങ്ങുന്നതിന് വിരോധമില്ല, പക്ഷെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്ന ഒരു ശൈലി പൂർണ്ണമായിട്ട് ഒഴിവാക്കി എല്ലാം ഓർഡർ ചെയ്ത് വരുത്തുക. അത് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അത് വലിയ താല്പര്യമാകും. പക്ഷെ അവർ മിണ്ടൂല്ല, പലപ്പോഴും അവിടെ മാതാപിതാക്കൾ മിണ്ടൂല്ല. പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിയിട്ട് മക്കളിങ്ങനെ അടിച്ചു പൊളിച്ച് ലാവശ്യമാക്കുമ്പോൾ ഒരു ഇഷ്ടക്കേട് വരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ആ ബറക്കത്തുള്ള ദിവസമായതുകൊണ്ട് വീട്ടിൽ തന്നെ പരമാവധി ഭക്ഷണമുണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, നാളത്തെ നോമ്പ് തുറയോടെ കയറി വരുന്ന പരിശുദ്ധമായ മുഹറം 10 രാവ്,
ആ രാവിൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദിക്ർ ചൊല്ലി 40 വട്ടം ചുരുങ്ങിയത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഈ പരിശുദ്ധമായ രാവിൻ്റെ പകലിൻ്റെ മുഹറം 10 രാവിൻ്റെ ബറക്കത്ത് മുന്നിൽ വെച്ചുകൊണ്ട്, പോരിശ മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹു അതിൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് ഇന്നത് തരണേ അല്ലാ, ഈ കാര്യം നടത്തണേ, രോഗം മാറ്റണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ ചോദിക്കാവുന്നതാണ്. എഫക്റ്റീവാണ്. പിന്നെയോ രണ്ടാമത്തെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോമ്പിൻ്റെ നിയ്യത്താണ്. നോമ്പിൻ്റെ നിയ്യത്ത് നമുക്ക് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 തിങ്കളാഴ്ചയാണ് ഏറ്റവും പുരുഷക്കപ്പെട്ട ദിവസം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിയ്യത്ത് നോക്കുമ്പോൾ എങ്ങനെ വെക്കാം? അള്ളാഹുവേ, മുഹറം മാസത്തിൽ മൊത്തത്തിൽ അനുഷ്ഠിക്കേണ്ട നോമ്പ് അത് ഞാൻ കരുതി, അതോടൊപ്പം മുഹറം 10 സ്പെഷ്യൽ ആശുറ എന്ന നോമ്പ് കൂടെ കരുതി, അതോടൊപ്പം തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ ഞാൻ കരുതി. 3 കൂലി ഓൾറെഡി ആയി. അതോടൊപ്പം നോമ്പ് കലാ വീട്ടാനുള്ള ആളുകളുണ്ടെങ്കിൽ കലാ വീട്ടാനുള്ള നോമ്പിനെ കൂടെ കരുതി കൊടുക്കുക. അപ്പം 4 നോമ്പിൻ്റെ കൂലിയായി. ഒരു നോമ്പിന് തന്നെ പ്രിയപ്പെട്ടവരെ എന്താ കൂലി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കതബല്ലാഹു ലഹു സിയാമ 60 സന, 60 കൊല്ലം ഫുൾ ടൈം പകൽ നോമ്പ്, രാത്രി നിസ്കാരം, അതിൻ്റെ കൂലിയാണ് ഒറ്റ പകൽ നോമ്പ്. ആശുറയിന് മുഹറം 10. അപ്പം തിങ്കളാഴ്ച അള്ളാഹുവേ, മുഹറം 10 നോമ്പെടുക്കാൻ ആരെല്ലാം കരുതി ഒരുങ്ങി വരുന്നോ അവർക്ക് അള്ളാഹു നൽകാൻ പോകുന്ന കൂലിയ മാത്രമല്ല 10,000 ശുഹദാക്കളുടെ കൂലി ഈ നോമ്പിന് കിട്ടുമെന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭയങ്കര പോരിശയാണ്. ആ ദിവസത്തിൽ നോമ്പ് ഉറപ്പിച്ചാലോ, മുഹറം 10 ദിവസം നന്നായിട്ട് നോമ്പ് പിടിച്ച ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ നോമ്പ് ഉറപ്പിക്കുകയാണ്. ഒരു നോമ്പുകാരൻ നോമ്പ് ഉറപ്പിച്ചു മുഹറം 10. എന്താ കൂലി എന്നറിയോ? ഈ ഉമ്മത്ത് മുഹമ്മദിയ സമുദായത്തിൽപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ജമീഉൽ ഫുഖറായിന്, മുഴുവൻ പാവപ്പെട്ടവർക്കും അന്നം കൊടുത്ത കൂലി നമ്മുടെ വലത്തെ തോളി കയറും. മുഹറം 10 ഒരാൾ നോമ്പ് ഉറപ്പിച്ചാൽ ഭയങ്കര എഫക്റ്റ് അല്ലേ? അങ്ങനെയും പോരിശകൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, 4മത്തെ കാര്യം, മുഹറം 10 അന്ന് രാവോ പകലോ, രാവിലും ആകാം പകലിലും ആകാം, കുഴപ്പമില്ല, കുറച്ച് പനിനീര് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി, ഏതെങ്കിലും ഒരാൾ ചെയ്താൽ മതി, തെറ്റുകൂടാതെ ഫാത്തിഹ 1 വട്ടം ഓതുക, അതിൽ 3 വട്ടം ഓതുക, ഒരു 7 വട്ടം ഓതിയാൽ വളരെ നന്നു. ഓതിയിട്ട് അതിലേക്ക് ഇശ്വി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് കയ്യിലൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് മുഖത്ത് നന്നായിട്ട് കവർ ചെയ്ത് മുഖം മുഴുവനായി നനയുന്ന തരത്തിൽ മുഴുവനായി നമ്മൾ തടവി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒരൽപ്പം എടുക്കുക, തലയും തടവി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഒരു വർഷം മുഴുവനും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകാതെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന് ഉലമാ ചർച്ച ചെയ്തിട്ട്, എൻ്റെ വകയല്ല, ഉലമാക്കൾ പറഞ്ഞത് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. ഒരുപാട് ഫലം അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നൊരു നന്മ കൂടെയാണ്. ചെയ്യാം, ആവശ്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി 5മത്തെ കാര്യം, പ്രത്യേകമായ, അതായത് മുഹറം 10 നാളത്തെ മഗ്‌രിബോടെ കയറി വരുന്ന രാവ്, മുഹറം 10 രാവും മുഹറം 10 പകൽ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. എന്താ ദിക്ർ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 വട്ടം ചൊല്ലാം. അത് ചൊല്ലിയിട്ട് ഈ ഒരു ദുആ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ 7 വട്ടം ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വർഷം മുഴുവൻ അവർക്ക് വല്ലാത്ത ആയുസ്സിൽ ബറക്കത്തിട്ട് കൊടുക്കുമെന്നാണ്. ഒരു കൊല്ലത്തേക്ക് ആയുസ്സിൽ ബറക്കത്ത് ഉറപ്പാണെന്ന് ഉലമാക്ക് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനിടയിൽ മരണം പോലും ഉണ്ടാവില്ല. എഫക്റ്റീവായ ദിക്റാണ്. കഴിയുമെങ്കിൽ ഒരു 7 വട്ടം മനസ്സിലാക്കിയിട്ട് മനസ്സറിഞ്ഞിട്ട് അതങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുക. ആ ദുആ ഇപ്രകാരമാണ്: സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് ലാ മൽജാ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين. എന്താ ഈ ദുആയിൽ പറയുന്നത്?
അള്ളാഹുവിന്റെ വലിയ മഹത്വം, അള്ളാഹുവിന്റെ വലിയ സ്ഥാനം, അള്ളാഹുവിന്റെ ബഹുമാനം പറയാ. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമുബലഗ ദിലാ വസിനത്തുൽ അർശ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയുടെ, അള്ളാഹുവിന്റെ ആ വലിയ മഹത്വത്തിന്റെ വലിപ്പം പറയാം. അത് മീസാൻ നിറച്ചാണ്. അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഇൽമിന്റെ അങ്ങേയറ്റം, അള്ളാഹുവിന്റെ റിളാഇന്റെ അങ്ങേയറ്റം, അർശിന്റെ ആ വലിപ്പം, അതിന്റെ ഘനം, അതിന്റെ ആ ഒരു വ്യാപ്തി അനുസരിച്ച് അള്ളാഹുവെ നിന്റെ പരിശുദ്ധയെ ഞാൻ വാഴ്ത്തുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ചെന്നു ചേരാൻ, വന്നണയാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, നമുക്ക് നമ്മുടെ വിഷയങ്ങളുമായി ചെന്ന് ചേരാൻ കഴിയുന്നത് അള്ളാഹുവിലേക്കല്ലാതെ വേറെ ഒരു ഇടത്തേക്കുമില്ല. നമുക്ക് എവിടെയും അഭയം അള്ളാഹുവാണ്. എന്നിട്ട് പറയുന്നു സുബ്ഹാനല്ലാഹി ആദദ ശഫഈ വൽ വത്ർ. അള്ളാഹുവിന്റെ പരിശുദ്ധി ഒന്നുകൂടെ വാഴ്ത്തുകയാണ്. അത് ഒറ്റയും ഇരട്ടയുമായ സകലമായ എണ്ണത്തിന്റെ കണക്കനുസരിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമാത്തുകളുടെ മുഴുവത്തിന്റെയും അദദ് കണക്കനുസരിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞിട്ട് ഇനിയാണ് മെയിൻ പോയിന്റ്. അസ്അലുക സലാമത്ത കുല്ലഹ. എന്തിനെത്തിനും പറഞ്ഞെന്നറിയോ? അള്ളാഹുവേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, നിന്റെ റഹ്മാനായ റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കൊണ്ട്, അതിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എല്ലാ സലാമത്തും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അസ്സലാമത്ത കുല്ലഹ, മുഴുവൻ രക്ഷയും കാവലും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനായ ഏറ്റവും മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ എനിക്കൊന്നും കഴിയൂല. ഒരു നന്മ ചെയ്യാൻ പറ്റൂല, തിന്മയെന്ന് മാറിക്കാൻ പറ്റൂല. ഹുവ ഹസ്ബി, അവൻ മതി എനിക്ക്. വനിഅമൽ വകീൽ, ഏൽപ്പിക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പടച്ചവനാണ്. വേറെ ആരെ ഏൽപ്പിക്കുക? നിഅമൽ മൗലാ വനിഅമൻ നസീർ. നമ്മുടെ മൗല, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സഹായം ചെയ്തു തരുന്നവൻ, നമുക്ക് ഗുണങ്ങൾ ചെയ്തു തരുന്നവൻ, നമ്മളെ സഹായിക്കുന്നവരിൽ ഏറ്റവും ഉന്നതനായ സഹായി ആ അള്ളാഹു നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് സ്വലാത്ത് അവിടത്തിനും കുടുംബത്തിനും സ്വഹാബത്തിനും ആലിനും എല്ലാവർക്കും വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ ദുആ ഒരു 7 വട്ടം ആത്മാർത്ഥമായി ഖൽബറിഞ്ഞ്, മനസ്സറിഞ്ഞ് അസ്അലുക സലാമത്ത കുല്ലഹ എന്ന് പറയുമ്പോൾ എല്ലാ സലാമത്തും വേണമെന്ന് ആത്മാർത്ഥമായി പറയുന്നവർക്ക് ഈ ഒരു വർഷം ലം യമുത്ത് എന്ന മഹാന്മാർ ഇബാറത്ത് പറഞ്ഞത്, ഈ ഒരു വർഷം മരണമില്ല. മരണമുള്ളവർക്കോ ഇത് ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഓതാൻ പറ്റും എല്ലാവർക്കും 7 വട്ടം. പക്ഷേ മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടെ ഇഖ്ലാസോടെ 7 വട്ടം ഓതാൻ കഴിയില്ല. അപ്പോ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 70 വട്ടം ഓതുക. എന്നിട്ട് ഈ ദുആ 7 വട്ടം ഓതുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു പരിപൂർണമായ ഖബൂലിയത്ത് നൽകട്ടെ. അതോടൊപ്പം പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നാളത്തെ രാവിൽ, മറ്റന്നാൾ പകലിൽ, മുഹറം 10 രാവിലോ പകലിലോ 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഉലമാക്കൾ പറയുന്നുണ്ട്. ഒരുപാട് ബറക്കത്ത് കിട്ടാൻ കാരണമാകും. ലാഭങ്ങൾക്ക് കൈയും കണക്കുമില്ല. അത് ഭാഗ്യവാന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം എന്ത് ചെയ്യുക? മഹാന്മാരെ, നമ്മുടെ ഉസ്താദുമാരൊക്കെ സാധാരണ പറയാറുണ്ട്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അൻതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് കഴിയുമെങ്കിൽ ഒരു 1000 വട്ടം രാവും പകലുമായി കുറേശ്ശെ ചെല്ലിയാൽ മതി. ഓതിയാൽ വളരെ നല്ലതാണ്, ഫലം കിട്ടും. ഒരുപാട് ഗുണങ്ങൾ ഇത് ഓതിയാൽ കിട്ടുന്ന ആയത്താണ്. അത് കഴിയുമെങ്കിൽ ഓതാം എന്നൊക്കെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവർ ഇന്നത്തെ രാവും നാളത്തെ രാവും പകലും എല്ലാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, നോമ്പിൻ്റെ നിയ്യത്ത് പറഞ്ഞു. ഒന്നും മിസ്സാകാതെ ഒരു ഭാഗം പോലും നമ്മൾ ഒഴിവാക്കി കളയുന്ന അവസ്ഥ ഉണ്ടാകരുത്. നോട്ട് ചെയ്യണം, ഓർക്കണം, ദുആകൾ തെറ്റുകൂടാതെ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികളിൽ നമ്മയും ബന്ധപ്പെട്ടവരും ചേർക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله